ഞങ്ങളൊരു ഫംഗ്ഷനിൽ വെച്ച് ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാണ്. എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടപ്പെട്ടു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എന്നെക്കാളും പ്രായം കുറവായിരിക്കണം മാത്രമേ എനിക്കുള്ളായിരുന്നു. പിന്നെ ആള് നല്ലൊരു ഫാമിലി മാനാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. വെറുതെ പ്രേമിച്ച് കിടക്കാൻ അങ്ങനത്തെ ഒരു ഇതിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. ഞാൻ കല്യാണം കഴിക്കാൻ അങ്ങനെ ഒരു ശരിക്കും തീരുമാനം എടുത്ത സമയത്ത് ആളെ കണ്ടതുകൊണ്ട് സക്സസ് ആയി. എനിക്ക് മരിയെ ഒത്തിരി ഇഷ്ടമാണ്. വലിയ മാരിയും താങ്ക് യു. അപ്പൊ ഇതിൽ നിറച്ച് ട്രൂത്ത്, ഇതിൽ നിറച്ച് ഡയർ. ഏത് വേണം ഏത് വേണം? ഷോസ് എവറിത്തിങ് ഇൻസൈഡ് യുവർ പേഴ്സ് ഓർ ബാഗ്. വയറുവേദനയ്ക്കുള്ള ഗുളിക, വോമിറ്റിങ്ങിനുള്ള ഗുളിക, എങ്ങനെ കോൾഡ്, അസിഡിറ്റി, ഇത് അസിഡിറ്റി, ജിഞ്ചറിന്റെ മറ്റേ വായിരുന്ന സാധനം, ഇത് ഗുളിക, ലൂസ് മോഷൻ. മെഡിക്കൽ സ്റ്റോറിൽ തുടങ്ങാൻ പോകും. അഗെയിൻ ഒരു മരുന്ന് കുപ്പി കൂടി ഉണ്ട്. ഷോ സെർച്ച് ഹിസ്റ്ററി ബ്രൗസർ. iPhone വാറന്റി പീരീഡ്. കാനഡ ടൈം നൗ, UK ടൈം നൗ. രണ്ട് ഫോണിൽ അത് തന്നെ ആയിരിക്കും. കോളേ സെലിബ്രിറ്റി ഫ്രണ്ട്. നായകൻ റിയാലിറ്റി ഷോ വിന്നർ ആണ് ദർശന. നമ്മുടെ പ്രോഗ്രാം കാണുന്നവർക്കൊക്കെ ഒരു നല്ല വാലന്റൈൻസ് ഡേ വിഷ് ചെയ്തേക്കാമോ? സിംഗിൾസിന് വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് പിണങ്ങുന്നയാൾ ഞാൻ ശരിക്കും ഹിഡൻ കഫേ അല്ലേ ഇത്? ഹിഡൻ ആയിട്ട് പുറത്തുനിന്ന് തോന്നും, ഉള്ളിൽ കയറിയ ഒരു ലോകമാണ്. അതിവിശാലമായ ഒരു ലോകം. അതെ, നല്ല പ്രയോജനമാണ് കപ്പിൾസിന് വന്നിരിക്കാൻ പറ്റും. അതെ. ഇപ്പോഴാണ് അശുഭ മുഹൂർത്തം. നിങ്ങളുടെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല? ഇല്ല. ഞങ്ങൾ ഇങ്ങനെ ഇണക്കുരുവികളായിട്ട് മാറി പറന്ന് നടക്കുകയാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. നമസ്കാരം, ലൈഫ് നെറ്റ് ടിവിയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു ഇബ്രാഹിം. അപ്പൊ വാലന്റൈൻസ് ഡേയുടെ വിഷ് ആദ്യം തന്നെ തരുന്നു രണ്ടുപേർക്കും. പരസ്പരം ഒരു വാലന്റൈൻസ് ഡേ വിഷ് ചെയ്യുന്നു. ഹാപ്പി വാലന്റൈൻസ് ഡേ. മരിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മരിയ നായകനിലൂടെയാണ് എല്ലാവരും മരിയനെ അറിഞ്ഞു തുടങ്ങിയത്. അത് കഴിഞ്ഞ് മിസ് കേരള ഫൈനലിസ്റ്റ് ആയിരുന്നു. പിന്നെ മഴവിൽ മനോരമയിൽ തന്നെ മിടുക്കി ഫൈനലിസ്റ്റ് ആയിരുന്നു. ഇൻഫ്ലുവൻസർ ആണ്, മോഡലാണ്, ആക്ട്രസ് ആണ്, മൾട്ടി ടാലന്റഡ് ആണ്. കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ടൊരു തൊടുപുഴക്കാരിയാണ്. പിന്നെ ഡോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോൺ ഒരു ആർക്കിടെക്റ്റ് ആണ്. അപ്പൊ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ലവ് സ്റ്റോറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയായിരുന്നു? ഹൗ ഇറ്റ് ഹാപ്പൻഡ്? സത്യം പറഞ്ഞ പറയുക. സത്യം ഭയങ്കര വലിയ ലവ് സ്റ്റോറി ഒന്നും അല്ല. ഓക്കെ. ഞാനാണെങ്കിലും കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ഒരു സമയത്ത് ഞാൻ മാട്രിമോണിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. കല്യാണം നോക്കുന്ന സമയത്താണ് ആളെ പരിചയപ്പെടുന്നത് ഞാൻ. അപ്പൊ ഞങ്ങളൊരു ഫംഗ്ഷനിൽ വെച്ച് ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടതാണ്. പിന്നീട് നമ്മള് വീട്ടിൽ പറഞ്ഞു. ഭയങ്കര ലവ് സ്റ്റോറി കാര്യങ്ങളൊന്നും ഇല്ല, അറേഞ്ച്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? പറയാം. ഞാൻ എന്റെ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. രണ്ടുപേരും ഭയങ്കര അടിപൊളിയാണ്, ഫെയർ ആണ്, ഗുഡ് ലുക്കിംഗ് ആണ്, സ്മാർട്ട് ആണ്. രണ്ടുപേരും അവരുടേതായിട്ടുള്ള ഒരു നിലപാടിലെടുത്ത് ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അഫെയർ ഉണ്ടായില്ല? അതോ, ഞങ്ങള് ഭയങ്കര കരിയറിൽ കോൺഷ്യസ് ആയിട്ട് നിൽക്കുന്ന അങ്ങനത്തെ രണ്ട് ആൾക്കാരായിരുന്നു. അതുകൊണ്ട് ഇവരാണെങ്കിലും ഭയങ്കര വർക്കിൽ ബിസി ആയിരുന്നു. ഞാനും എന്റെ വർക്ക് കാര്യങ്ങള്, സിനിമ, ആഡ്സ്, അങ്ങനെ പരിപാടികളിൽ ബിസി ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് കല്യാണം അല്ലെങ്കിൽ ലവ്, അതിന്റെ പുറകെ പോകാനുള്ളൊരു സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ അതിനൊരു മൈൻഡ് വന്നില്ലെന്ന് വേണേ പറയാം. അങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെ. എനിക്ക് തന്നെ മരിയെ കണ്ടപ്പോ മരിയ തന്നെ മതിയെന്നൊരു. അതെ, ശരിക്കും നമ്മള് കല്യാണം ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് വെറുതെ പ്രേമിച്ച് കിടക്കാൻ അങ്ങനത്തെ ഒരു ഇതിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. ഇപ്പൊ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ കല്യാണം കഴിച്ചാൽ നല്ലതായിരിക്കും തോന്നുന്ന ആളാണെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ കല്യാണം കഴിക്കാൻ അങ്ങനെ ഒരു ശരിക്കും തീരുമാനം എടുത്ത സമയത്ത് ആളെ കണ്ടതുകൊണ്ട് സക്സസ് ആയി. ഓക്കെ. അപ്പൊ ആ സമയത്ത് ഒരു റൊമാൻറ്റിക് മൊമെന്റ്സ് എങ്ങനെയായിരുന്നു? നമുക്ക് കല്യാണം കഴിച്ചാലോ എന്നൊക്കെയുള്ള ആ ഒരു കോൺവെർസേഷൻ അതൊന്ന് റിപ്പീറ്റ് ചെയ്യാമോ? അതായത് ഫോർമൽ പെണ്ണ് കാണലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടുകാരൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് അങ്ങനെ ഭയങ്കര അടുപ്പൊന്നും തുടക്കത്തിലൊന്നും ഇല്ലായിരുന്നു. ഒക്കെ വീട്ടുകാർക്കൊക്കെ ഓക്കെ ആണെങ്കിൽ നോക്കാന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു എനിക്ക്. പിന്നെ ആളെങ്ങനെ ഉണ്ടെന്ന് കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ള ഒരു ടൈമും എനിക്ക് വേണമായിരുന്നു. ഒരു 1 year ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മള്
എൻഗേജ്മെന്റ് അതിലേക്കൊക്കെ എത്തിയത്. അപ്പൊ എല്ലാവർക്കും വീട്ടില് ആദ്യം തന്നെ പെണ്ണ് കാണാൻ വന്ന സമയത്ത് അവർക്ക് ഓക്കെ ആയി, അപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമായി. പിന്നെ ഫാമിലി തമ്മിലും ചേരും എന്നൊക്കെ തോന്നി. പിന്നെ ആള് നല്ലൊരു ഫാമിലി മാനാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എനിക്ക് അങ്ങനെ ഒരാളെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഫാമിലിക്കും കൂടെ എന്നെ യോജിച്ചു പോകാൻ പറ്റുന്ന ഒരാൾ വേണം, പിന്നെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ആള് വേണം, അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ലായിരുന്നു. നാട്ടിലെ ഒരു സാധാരണ ആള് അങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുപോലെയൊക്കെ എപ്പോഴെങ്കിലും വിചാരിച്ച ഒരു കോട്ടയംകാരൻ അതായിരുന്നു എന്റെ ആഗ്രഹം. ശരിക്കും അങ്ങനെ തന്നെയാ കിട്ടിയത്. അതുകൊണ്ട് ഹാപ്പിയാണ്. അപ്പം ഡോൺ എനിക്ക് തോന്നുന്നു ആർക്കിടെക്ചർ ആണ് പഠിച്ചത്. ടോട്ടലി നിങ്ങൾ പൊതുവെ കുറച്ച് പഠിക്കുന്ന ആൾക്കാരാണ്. ഫുൾ ഫാമിലി ഫുൾ പഠിപ്പിച്ചല്ലേ എല്ലാരും പഠിക്കാം. അതല്ലേ അപ്പം നമ്മളിങ്ങനെ കല്യാണമൊക്കെ ആലോചിക്കുമ്പോ പൊതുവെ അങ്ങനത്തെ ഒരു ആ ടൈപ്പ് ആൾക്കാരെയാണ് യൂഷ്വലി നോക്കാനുള്ള ചാൻസസ് അല്ലെ, പൊതുവെ ഡോക്ടറാ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ. ഇപ്പൊ മരിയ എന്ന് പറയുന്നത് ഭയങ്കര ഫ്ലറിഷ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാ. അപ്പൊ ആ സമയത്തുള്ള തോട്ട്സ് എന്തായിരുന്നു? എനിക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഇഷ്ടപ്പെട്ടു, അതാണ് മെയിൻ കാര്യം. അപ്പൊ ഞാൻ പിന്നെ വേറെ ഫാമിലി എങ്ങനെയാ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ, എന്നെക്കാളും പ്രായം കുറവായിരിക്കണം മാത്രമേ എനിക്കുള്ളായിരുന്നു. അല്ലാതെ വേറെ ഒന്നും ഞാൻ പിന്നെ നോക്കിയൊന്നുമില്ല. എന്തായിരുന്നു ആദ്യത്തെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ട് കൊടുത്തൊരു സർപ്രൈസ്? ഞങ്ങൾ പരിചയപ്പെട്ട അധികം താമസിയാതെ ആയിരുന്നു എന്റെ ബർത്ത്ഡേ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊച്ചിയിൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് എനിക്ക് സർപ്രൈസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാരും കൂടെ കൂടിയിട്ട് കേക്ക് ഒക്കെ ആയിട്ട് വരിക അങ്ങനെയൊക്കെ. പക്ഷെ ഇതിപ്പോ ഒരു സ്പെഷ്യൽ ആളാണല്ലോ എനിക്ക്. ആളിങ്ങനെ നൈറ്റ്, ഞാൻ ആ സമയത്ത് എന്റെ വീട്ടിലായിരുന്നു. അപ്പം വീട്ടിലേക്ക് സർപ്രൈസ് ആയിട്ട് കേക്ക് ഒക്കെ ആയിട്ട് വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. അതാണ് ഫസ്റ്റ് സർപ്രൈസ്. പിന്നെ എനിക്ക് നല്ല ഗിഫ്റ്റ് ഒക്കെ തന്നു, ഈ റിങ്. മറ്റേ റൊമാൻറ്റിക് ആയിരുന്നു, അതായത് മറ്റേ മുട്ടുകുത്തി നിന്നിട്ട് വിൽ യു മാരി മീ പോലത്തെ സാധനങ്ങളൊക്കെ? അത് പറ്റില്ല, അത്ര റൊമാൻറ്റിക് ആണ് ആക്ച്വലി. പക്ഷെ കൂടെ കുറച്ച് നാണം കൂടെ ഉള്ളായിരുന്നു, അത്രയും ഡ്രാമാറ്റിക്കലി ചെയ്യാറില്ല. ഓക്കെ, അപ്പൊ അന്ന് ഭയങ്കര തിരക്കിലായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ അന്ന് നമുക്ക് അത്ര പ്ലാൻ ചെയ്യാനൊന്നും പറ്റിയില്ല, ഒരു സിനിമാറ്റിക് ആക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇന്ന് ഡോൺ ഒരു അവസരം തരാം, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് മരിയനെ ഒന്ന് പ്രപ്പോസ് ചെയ്യണം. ഞാൻ എന്റെ സൈഡിൽ നിന്ന് എനിക്ക് തരാൻ പറ്റുന്ന പറയുന്ന ഒരു കൊടുക്കാൻ വേണ്ടി ഒരു ഫ്ലവർ തരിക എന്നുള്ളതാണ്. അപ്പൊ ഒന്ന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് മരിയനെ ഒന്ന് പ്രപ്പോസ് ചെയ്താലോ? ചെയ്യാം ഇല്ലേ മരിയ? ചെയ്യണ്ടേ? പിന്നെ അപ്പൊ എന്നാ പിടിച്ചു, ആ റിംഗ് കൂടി കൊടുത്തു. റിംഗും കൂടി ഇട്ട് തന്നോ കൂട്ടത്തില്? ഉള്ളീന്ന് വരട്ടെ. സ്നേഹത്തോടെ വേണം കേട്ടോ. ഹായ് മരിയ. ഇരുന്നോണ്ടാണോ? എനിക്ക് മരിയ ഒത്തിരി ഇഷ്ടമാണ്. വലിയ മാരിമി. താങ്ക് യു. കുഴപ്പമില്ല, അല്ല അതിന്റെ ഡിസൈൻ. താങ്ക് യു. ഇത് ഓക്കെ അല്ലേ? ഫുൾ മാർക്ക് കൊടുക്കാം അല്ലേ? ആ കുഴപ്പമില്ലല്ലോ, നല്ല മാർക്ക് കൊടുക്കാം. മാരി ആൻസർ പറഞ്ഞില്ല. ഞാൻ ഷുവർ എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അന്നത്തെ പ്രപ്പോസലായിരുന്നു ഇതായിരുന്നു നല്ലത്? പ്രപ്പോസ് ചെയ്തില്ല. എന്ത് പറഞ്ഞ പ്രപ്പോസ് ചെയ്തേ? അത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എന്നാ ഒറ്റ വാക്കിലല്ല പറഞ്ഞത്. ഓക്കെ, നമ്മള് കൊറേ നേരം ഡിസ്കസ് ചെയ്യൂല്ലോ, കൊറേ സംസാരിച്ചു. അതെ, ഒറ്റ വാക്കിലല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ സംസാരത്തിന്ന് എനിക്ക് മനസ്സിലായി ആൾക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അങ്ങനെ മനസ്സിലാക്കിയത്, അങ്ങനെയാണ് പ്രപ്പോസ് ചെയ്തത്. എത്ര മണിക്കൂറാ? മാട്രിമോണിയിൽ രണ്ടുപേരും ഇട്ടല്ലോ. അപ്പം രണ്ടുപേർക്ക് ഇതിന് മുന്നേ ഇട്ടതേ ഉള്ളായിരുന്നു? ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ. മരിയയ്ക്ക് വേറെ എന്തെങ്കിലും പ്രപ്പോസൽ വരുവോ അല്ലെങ്കിൽ പോയി കാണുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, രണ്ടുപേരെ ഫസ്റ്റ് ആണ്. എന്റെ ആദ്യത്തെ പെണ്ണ് കാണലാണ്. അയ്യോ, അത് പൊളി. ആളും എവിടെയും പോയിട്ടൊന്നുമില്ല, പെണ്ണ് കാണാനോ വേറെ ആലോചനകളോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഇല്ലല്ലോ അല്ലേ? അങ്ങനെ എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഹിഡൻ കഫേലാണ്. അപ്പൊ ഇവിടുത്തെ നല്ല അടിപൊളി ഒരു ഫുഡും കൂടെ ഇതിന്റെ കൂടെ എൻജോയ് ചെയ്യാം അല്ലേ? ഇങ്ങോട്ട് വരുമ്പോ ചോദിച്ചായിരുന്നു ഇവിടുന്ന് എന്തെങ്കിലും കിട്ടുമോ? ഞാൻ ഒന്നും കിട്ടൂല, ഇറങ്ങിയിട്ട് കഴിക്കാതെ പറഞ്ഞാ വന്ന്. ഹിഡൻ കഫേയിൽ വന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാതെ പോകാൻ പറ്റില്ല. അപ്പൊ കഴിക്കാനുള്ള ഫുഡ് ഇതാ റെഡി. അടിപൊളി ഫുഡ് ആയിരിക്കും. മെട്രോ പില്ലർ നമ്പർ 377 നമ്മുടെ ഹിഡൻ കഫേ ഉള്ളത്. ശരിക്കും ഹിഡൻ കഫേ അല്ലേ ഇത്? നമ്മൾ വിചാരിക്കത്തില്ല ഇത്ര നല്ല ഹിഡൻ ആയിട്ട് പുറത്തുനിന്ന് തോന്നും, ഉള്ളിൽ കേറിയ ഒരു ലോകമാണ്, അതിവിശാലമായ ഒരു ലോകം. അപ്പൊ അവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റ് കൂടെ എങ്ങനെയാണ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലെ? ഓക്കെ. ഉണ്ടാക്കി എടുത്തോളൂ. ചൂടുണ്ടല്ലേ? നല്ല ചൂടോടെയുള്ള ഫുഡാണ്. അപ്പൊ ഒന്നുകൂടെ മറക്കണ്ട, എടപ്പള്ളി ടോളില് പില്ലർ നമ്പർ 377 അടുത്താണ് നമ്മുടെ ഹിഡൻ കഫേ ഉള്ളത്. അടിപൊളി ലോകമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ടർഫ്ലൈസും എന്താ പറയുക, നേച്ചറിനോട് വളരെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ വന്ന് കാണുക,
അടിപൊളി സ്ഥലമാണ്, നഷ്ടം വരില്ല. അത് നമുക്ക് മനസ്സിലാക്കാം. ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം കിളിയുടെയൊക്കെ സൗണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ സ്ഥലം ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവത്തില്ല. ടോട്ടലി ഹിഡൻ. നല്ല പ്രൈവസിയാണ്. കപ്പിൾസിന് വന്നിരിക്കാൻ പറ്റിയ, അതെ, കപ്പിൾസിന് വന്നിരുന്ന് സംസാരിക്കാൻ പറ്റിയ, വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് പറയാണ്, കപ്പിൾസിന് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം തപ്പി നടക്കുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഹിഡൻ കഫേയിലേക്ക് വരൂ. അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഈ സ്ഥലം ലൊക്കേഷൻ ചൂസ് ചെയ്തത്. ഓക്കെ, അങ്ങനെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല ഫുഡല്ലേ? കട്ട്ലേറ്റ് നല്ല ടേസ്റ്റി ആയിരുന്നു, ചൂടും ഉണ്ടായിരുന്നു അല്ലേ? കുറെ നാളുകൂടിയാണ് കട്ട്ലറ്റിന്റേതായ രുചികൾ കഴിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമിലേക്ക് പോവാം. റെഡിയാണോ? റെഡി. ട്രൂത്ത് ഓർ ഡെയർ ആണ് നമ്മുടെ ഗെയിം. എല്ലാം ട്രൂത്ത് മാത്രം എടുക്കാൻ പറ്റില്ല, ഡെയറും എടുക്കണം. അപ്പൊ ഇതിൽ നിറച്ച് ട്രൂത്ത്, ഇതിൽ നിറച്ച് ഡെയർ. ഏത് വേണം? ഞങ്ങളെ സത്യസന്ധരായ ട്രൂത്തോ ഡെയർ രണ്ടും എടുക്കണം. ചാലഞ്ചസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യണം. ഇനി നിങ്ങൾ കല്യാണം ഒക്കെ കഴിക്കാൻ പോവാണ്, അപ്പം ലൈഫിൽ നിറച്ച് ചാലഞ്ചസ് ഒക്കെ ചിലപ്പോൾ വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ബൗളിലാണ് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഡോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ട്രൂത്ത് ഓർ ഡെയർ? മര്യാദ നിനക്കിട്ടാ വരുന്നത് കേട്ടോ. അവൻ എന്തോ സത്യം എന്നില്ലെന്ന് അറിയാനുണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? When was the last time you cried? When was the last time you cried? നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഓർമ്മയില് ഇപ്പൊ വീട് പണി നടന്നുകൊണ്ടിരിക്കുക ആളുടെ. അപ്പൊ ബെഡ്റൂമില് ചൂസ് ചെയ്തൊരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ കളർ മാറ്റണം എന്നും പറഞ്ഞ് ഞങ്ങള് സംസാരം തുടങ്ങി. എനിക്ക് ദേഷ്യം വന്നു, ഞാൻ ദേഷ്യപ്പെട്ടു, അടിയായിന്ന് വെച്ചാ അവന് അടി ഉണ്ടാക്കാൻ വന്നില്ല. അവൻ അത് നല്ല മിണ്ടിയില്ല. എനിക്ക് ആ കളർ നേരത്തെ മുതലേ ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. അത് പറഞ്ഞു വന്ന് ലാസ്റ്റ് എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ എന്റെ ഒരു ചെറിയ ഇഷ്ടം പോലും നടത്തി തരുന്നില്ലല്ലോ, ഒരു ചെറിയ പെയിന്റ് മാറ്റാനല്ല ഞാൻ പറഞ്ഞുള്ളൂ എന്ന് അങ്ങനെ വിചാരിച്ച് ലാസ്റ്റ് സങ്കടപ്പെട്ട് എനിക്ക് അങ്ങ് കരച്ചിൽ വന്നു. അങ്ങനെയാണ് ലാസ്റ്റ് ഞാൻ അവളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാര്യം തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്താലും ഞാൻ മാറിയല്ല. തെറ്റാണെങ്കിലും ഇല്ലില്ല, മാറ്റിയില്ല. ഞാൻ പറഞ്ഞു തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും തീരുമാനം എടുത്താ തീരുമാനം സ്റ്റിക്ക് ചെയ്ത് തന്നെ പോകുള്ളൂ ഞാൻ. പിന്നെ എന്ത് പ്രശ്നമാണ്, ഞാൻ പണ്ടോട്ടെ അങ്ങനെയാ. തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മാറിയല്ല, എന്ത് ചെയ്താലും ഞാൻ മാറിയല്ല. ഒരു കാര്യം തീരുമാനിച്ച, അതുകൊണ്ട് ഞാൻ ഇവളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവളോട് അവസാനം ഇങ്ങനെ കരയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവളോട് പറഞ്ഞു, നീയല്ലേ നീ എൻ്റെ അപ്പം വന്ന് പറഞ്ഞാലും ഞാൻ അത് മാറ്റിയാലെന്ന് ഞാൻ പറഞ്ഞു. അത് പറഞ്ഞു അപ്പൊ ഇവർക്ക് സങ്കടം വന്നു. എന്താന്ന് വെച്ചാ എനിക്ക് വൈറ്റിനോടാണ് ഭയങ്കര താല്പര്യം. എനിക്കെല്ലാം വൈറ്റ്, അതായത് വീട് ഇന്റീരിയർ വൈറ്റ് ആയിട്ട് കാണുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഒരു ഭാഗം വൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഈ വാളിന്റെ ഒരു സൈഡ് ഇതൊരു ഹൈലൈറ്റ് ചെയ്ത് അടിച്ചേക്കല്ല. പിന്നെ ഞാനൊരു കളർ കോമ്പിനേഷൻ ഇപ്പൊ പിന്നെ അവസാനം ഇഷ്ടമായി. ഇപ്പൊ ഇഷ്ടമായി ചെയ്തു വന്നപ്പോ ഉള്ള ഞാൻ എന്താ ഉദ്ദേശിച്ചെന്നുള്ളത് ഇവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഡെയർ അതാണ്. Okay. എന്താ അത് ക്വസ്റ്റ്യൻ? Are you ready for the challenge? Yes. ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് വേണ്ടി വായിക്കണം. Shows everything inside your purse or bag. Purse ഉണ്ടോ കയ്യില്? ഇല്ല. രണ്ടുമില്ല. കാറില്ല. അപ്പൊ ഡോണിനോടുള്ള സ്നേഹം കൊണ്ട് മരിയുടെ ബാഗ് കാണിച്ചു തരാം. ഇതിപ്പോ രണ്ട് ചലഞ്ച് ഇരിക്കായോ? അത് കുഴപ്പമില്ല, എല്ലാം നീ ഓക്കെ ഫൈൻ. ആദ്യമായിട്ട് വലിയൊരു ബാഗാണ്. ഇത് പൗച്ചാണ്. ഇത് മുഴുവൻ തുറന്നു കാണിക്കണോ? അല്ല, അതിൽ മേക്കപ്പ് ഐറ്റംസ് ആണ്. മേക്കപ്പ് ഒന്നുമല്ല, മൊത്തം ഗുളിക. എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ കുറെ ട്രാവൽ ചെയ്യാറുണ്ടെന്ന്. അപ്പൊ പോകുന്ന വഴിക്കായിരിക്കും എന്തെങ്കിലും ഒക്കെ പണി കിട്ടുന്നത്. എന്തൊക്കെയാന്ന് വേഗം മെൻഷൻ ചെയ്യാം. ഇത് വയറുവേദനയ്ക്കുള്ള ഗുളിക, ഇത് വൊമിറ്റിങ്ങിനുള്ള ഗുളിക, എല്ലാം ഉണ്ട്. ഇതെന്ത്? ഇത് കോൾഡ്. എല്ലാം താഴെ പോയി. ഇത് വീണ്ടും വയറുവേദന. ചിലപ്പോ ഓർക്കാറില്ല. അസിഡിറ്റി കൊറേ ഇത് അസിഡിറ്റി അല്ലല്ല, മേടിക്കുമ്പോ കൂടുതൽ ഇവക്ക് എപ്പോഴും. എനിക്ക് തന്നെ എവിടെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ മെഡിസിൻസ് ഒന്നും അങ്ങനെ എടുക്കാറൊന്നുമില്ല. എനിക്ക് എവിടെ ട്രാവൽ ചെയ്താലും എന്ത് ഫുഡ് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് മാറി ഫുഡ് കഴിക്കുന്നതിൻ്റെതായിട്ടുള്ള പ്രശ്നം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് പോയ്സൺ കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് എല്ലാം കരുതിക്കൊണ്ട്. ഞാൻ പിന്നെ എന്നും വെളിയുന്ന, ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ വീട്ടിൽ നിന്ന് കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമില്ല. ഇത് ജിഞ്ചറിന്റെ മറ്റേ വായിലിരുന്ന സാധനം. പിന്നെ 2 ലിപ്സ്റ്റിക്, നൈക്കയുടെ 2 ലിപ്സ്റ്റിക്, 2 ഷെയ്ഡ്. പിന്നെ കാറിന്റെ കീ. ഇത് വീണ്ടും റിപ്പീറ്റ് ഗുളിക കേട്ടോ, വയറുവേദനയുടെ. ഒരു മെഡിക്കൽ സ്റ്റോർ മൊത്തം വൈറ്റ്സ്. ഇത് ഗുളിക ലൂസ് മോഷൻ.
മോയിസ്ചറൈസർ പിടിക്കും. അത് നല്ല വാലന്റൈൻസ് ഡേ ഹോട്ടലിൽ നിന്ന് അടിച്ചു മാറ്റിയതാട്ടോ. ഇത് ബോഡി ലോഷൻ ഹോട്ടലിൽ നിന്ന് കിട്ടിയതാ. ഹെഡ്സെറ്റ് അയ്യോ പോയി. അത് ഏതോ ഒരു ടാബ്ലറ്റ് താഴെ പോയിരിക്കുകയാണ്. കോൾഡിന്റെ ആണ്. ടിഷ്യൂ, പിന്നെ ഒരു സാനിറ്ററി പാഡ്, അത് മെഡിക്കൽ സ്റ്റോറിൽ തുറക്കാൻ പോകുന്നു. പിന്നെ ഒരു നോട്ട് പാഡ്. ഇത്രേ ഉള്ളൂ കേട്ടോ. കണ്ടിട്ട് പേടിയൊന്നുമില്ലേ? ഇല്ല അല്ല, ഞാൻ മേടിച്ചു കൊടുത്തതാ. കാരണം എന്നാ അറിയോ, അല്ലെങ്കിൽ ഓരോ സ്ഥലത്തിലും ഓരോ ബുദ്ധിമുട്ട് പറയും. നേരത്തെ ഇന്ന മരുന്നെടുത്ത് കഴിക്കാൻ പറഞ്ഞാൽ എളുപ്പമുണ്ടല്ലോ. അത് കൊള്ളാം ഐഡിയ. തീരുന്നനുസരിച്ച് ഇത് ഫില്ല് ചെയ്യും. അഗെയിൻ ഒരു മരുന്ന് കുപ്പി കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചായിരുന്നു ഒരു കല്യാണത്തിന് പോയിട്ട്. അന്നേരം ഇവന്റെ അനിയത്തി ഡോക്ടറാ, അവള് കുറിച്ച് തന്നതാ. ഇത് ഇന്നലെ ടാബ്ലറ്റ് തീർന്നു, ഇത് അതിന്റെ ബാക്കി ലിക്വിഡ്. പിന്നെ ഒരു ഗ്ലാസ് കിടപ്പുണ്ട് എപ്പോഴെങ്കിലും എടുത്ത് വെക്കാൻ. പിന്നെ എന്റെ ഇപ്പത്തെ ഐഫോൺ 14 Pro Maxന്റെ കവർ ഉണ്ട്. ഇത് എവിടെയെങ്കിലും കൊടുക്കാന്ന് വിചാരിച്ച് എടുത്തോണ്ട് വന്നതാ. പിന്നെ ടിഷ്യൂ സ്പൂൺ ഉണ്ട്. അതൊക്കെ എവിടെയെങ്കിലും അടിച്ചു പറ്റുന്നതാ കേട്ടോ. പിന്നെ ഒരു പെർഫ്യൂം ബോട്ടിൽ ഉണ്ട്. പിന്നെ ഇത് ഐപാഡ്, ഇത് ഉറങ്ങാൻ വേണ്ടിട്ട്. പിന്നെ എന്റെ എയർപോഡ്, പിന്നെ എന്റെ ചാർജർ, ഇത് ഹാൻഡ് ക്രീം, പിന്നെ ഒരു കൈ എത്തുന്നില്ല, പിന്നെ ഒരു പെന്നുണ്ട്, പിന്നെ എന്റെ വാലറ്റ്. ഇതില് ആധാർ കാർഡ്, മറ്റേ കാർഡ്, അങ്ങനത്തെ 100-200 രൂപയുണ്ട്. ഇത് തുറന്നു കാണിക്കണോ? ഇത്രയാണ് വാട്ട് ഈസ് ഇൻ മൈ ബാഗ് അല്ലേ? മേക്കപ്പ് ഐറ്റം ആകെ ലിപ്സ്റ്റിക് മാത്രമേ ഉള്ളൂ. വേറെ മേക്കപ്പ് ഒന്നും ഇങ്ങനെ കൊണ്ടു നടക്കില്ല. ഇല്ല, ഞാൻ കൂടുതലും ലിപ്സ്റ്റിക്. എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടാ എല്ലാം തികഞ്ഞു എന്നുള്ളൊരു വിചാരമാണ്. എനിക്ക് അധികം മേക്കപ്പ് ഇടുന്നത് ഇഷ്ടമല്ല. അപ്പൊ സൺസ്ക്രീൻ പിന്നെ ലിപ്സ്റ്റിക്, അതോടെ തീർന്നു എന്റെ. ഓക്കെ, അങ്ങനെ ആ ഡയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഡോണ്ട് ട്രൂത്ത് ഓർ ഡയർ. ഡയർ എടുക്കാം. ഓക്കെ, അതാണ് കോളേ സെലിബ്രിറ്റി ഫ്രണ്ട്. എനിക്ക് ആകെ അറിയാവുന്ന ഒരു സെലിബ്രിറ്റികൾ മാത്രമേ ഉള്ളൂ. അത് പറ്റില്ല, അത് ഫ്രണ്ടല്ല. അല്ല, ഇപ്പൊ ഇവനെടുത്തത് ഇവനുള്ള ടാസ്ക് അല്ലേ? ആൾക്കുള്ള ടാസ്ക്. എനിക്ക് സെലിബ്രിറ്റി ഫ്രണ്ട്സ് ആയിട്ട് ഇല്ലാരും. അത് ആ ടാസ്ക് മരിയ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മരിയോട് പറയാം. മരിയ ചെയ്യുന്നതാണ് നല്ലത്. ഇതിപ്പോ മൊത്തം നീയാണ് ഇന്നത്തെ നേർച്ചക്കുഴി. വിളിച്ചാ തെറി കേൾക്കാത്ത ആരെയും ഇപ്പൊ ഉള്ളേ. ഫോറെടുത്ത് നോക്കട്ടെ. ദർശനയാണെങ്കിൽ ചുമ്മാ ദർശന ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ എടി, തിരക്കാണോ? ഞാൻ വിളിച്ചതേ, ഞാനൊരു ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുവാണേ, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് ഒരു ടാസ്ക് കിട്ടിയതാ, കോളേജ് സെലിബ്രിറ്റി ഫ്രണ്ട് എന്നും പറഞ്ഞ്. അപ്പൊ ഞാൻ പെട്ടെന്ന് നിന്റെ കാര്യം ആലോചിച്ചു. അന്നേരം വിളിക്കാന്ന് കരുതി ഞാൻ വിളിച്ചതാ. ഞാന് സ്പീക്കറിൽ ഇടട്ടെ? ഹലോ, എല്ലാരും കേട്ടോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ദർശന, വ്യൂവേഴ്സിന് വേണ്ടിട്ട് ഞാൻ പറയാം. ഇത് നായികനില് എന്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ് ആണ്. നായകൻ റിയാലിറ്റി ഷോ വിന്നർ ആണ് ദർശന. എന്റെ ചങ്കാണ്. ദർശനയ്ക്ക് ഇവിടുത്തെ ആങ്കറിനെ അറിയായിരിക്കും. അഞ്ജു ഇല്ലേ? അഞ്ജു എബ്രഹാം. അഞ്ജു ഇവിടെ ഇരിപ്പുണ്ട്. അഞ്ജുവാണ് എന്നെ കൊണ്ട് ഇപ്പൊ വിളിപ്പിച്ചത്. അഞ്ജു ഉണ്ട് കൂടെ. നമ്മള് വന്നിട്ടുണ്ടല്ലോ ഒരു ഫസ്റ്റ് നമ്മുടെ ഒരു സെക്ഷൻ ഇല്ലായിരുന്നോ? അതെ അതെ, ട്രെയിനിങ് ക്യാമ്പിലുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാലോ. അതെ, അഞ്ജു ഉണ്ട് കൂടെ, പിന്നെ ഡോൺ ഉണ്ട്, പിന്നെ നമ്മള് ഷൂട്ടിങ്ങിന് ടീമുണ്ട്. ഞാൻ അഞ്ജുന്റെ കൈ കൊടുക്കാം. ഹായ് ദർശന. ഹലോ അഞ്ജു, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇങ്ങനെ കാണുന്നുണ്ട് കരിയറിൽ ഓരോന്ന് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഒരു വലിയ കൺഗ്രാറ്റ്സ് കേട്ടോ. ഞങ്ങളുടെ ചാനലിന്റെ പേര് ലൈഫ് നെറ്റ് TV എന്നാണ്. അതില് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടാണ് മരിയയും ഡോണും വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ ഈ വാലന്റൈനെ അങ്ങ് പൊക്കി. അപ്പൊ ഞങ്ങളുടെ വ്യൂവേഴ്സിനും നമ്മുടെ പ്രോഗ്രാം കാണുന്നവർക്കൊക്കെ ഒരു നല്ല വാലന്റൈൻസ് ഡേ വിഷ് ചെയ്തേക്കാമോ? അതായത് ഞാൻ സിംഗിൾസിന് വേണ്ടി വിഷ് ചെയ്യാം. സിംഗിൾസിന് വേണ്ടി വിഷ് ചെയ്തോ? അവരോട് പറ, ഇനി പ്രതീക്ഷിക്കുക, ഇനി അടുത്ത വർഷം വാലന്റൈൻസ് ഡേ ആരെങ്കിലും കാണും. ഓൾറെഡി ഞാൻ പറയട്ടെ, ഓൾറെഡി കപ്പിൾസിന് വേണ്ടി വിഷ് ചെയ്യാൻ അവിടെ മിന്റുവും ഡോണും ഉണ്ടല്ലോ. അതെ, മരിയൻ ഡോണും ഉണ്ട്. സോ ഞാൻ ഇപ്പം ബാക്കി ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി ഞാൻ വിഷ് ചെയ്യാം. ഓക്കെ, എന്നാ വിഷ് ചെയ്തു. നെക്സ്റ്റ്, അതായത് സമയമാകുമ്പോ
നമ്മുടെ വാലന്റൈൻ വന്നുകൊള്ളും. ലവർ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ദർശന. അതെ, ലവർ ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഇന്നത്തെ ദിവസം ദർശന എല്ലാവിധ ആശംസകളും നേരുന്നു. ഉടനെ തന്നെ നിങ്ങളുടെ വാലന്റൈൻ വരുന്നതായിരിക്കും. പറയുന്നത് അങ്ങനെയൊന്നും വിഷമോ ഒന്നുമില്ല. വേണ്ടിയല്ല, അതൊക്കെ നമ്മൾ വളരെ തെറ്റാണ് പറയുന്നത്. അതെ, വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയല്ല. എല്ലാവരും വാലന്റൈൻസ് ഡേ ഇപ്പം ഭയങ്കരമായിട്ട് കപ്പിൾസ് ഉള്ളവരല്ല. അപ്പൊ സിംഗിൾസിന് വേണ്ടി ഐ ഡെഡിക്കേറ്റ് ടു ഓൾ ദ സിംഗിൾസ്. ഓക്കെ, താങ്ക് യു. അപ്പൊ താങ്ക് യു ദർശന. അപ്പൊ ഇനിയും കരിയറിൽ അടിപൊളി വർക്കുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാൻ പറ്റട്ടെ. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും ഹായ് കേട്ടോ. ആള് കേൾക്കുന്നുണ്ട്. ഓക്കെ ഡി ബൈ. താങ്ക് യു. അങ്ങനെ ദർശന എന്റെ ചലഞ്ച് എല്ലാം ഞാൻ വളരെ കൃത്യമായിട്ട് നിർവഹിച്ചോണ്ടിരിക്കുകയാണ്. ഇനി ഡോൺ കൊടുത്താലെന്നാ. അതെ, ആള് വെറുതെ ഇരിക്കുക. അല്ലെങ്കിൽ മരിയെ ഒരെണ്ണം എടുക്കുക, എന്നിട്ട് ഡോണിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. എനിക്ക് ഡെയർ ഡെയർ തരാം. സാധാരണ ഈ ഒരു ഗെയിമിൽ എല്ലാവരും ട്രൂത്ത് ആണ് സെലക്ട് ചെയ്തത്. ഇപ്പൊ ഞങ്ങള് ഡെയർ ഭയങ്കര കറേജിയസ് ആയിട്ടുള്ള കപ്പിൾസ് ആണ്. അതെ. ഷോ സെർച്ച് ഹിസ്റ്ററി ബ്രൗസർ, ഗൂഗിൾ സെർച്ച് ഹിസ്റ്ററി അല്ലേ? ആർക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സാധനം ഉണ്ടാവത്തില്ല അതില്, അതെനിക്ക് ഉറപ്പാ. ഇപ്പൊ ഏറ്റവും അധികം ഓക്കെ. ഡോണ്ട് ഐഫോൺ താഴെ പോയി തോന്നുന്നു. ഐഫോൺ വാറന്റി പീരീഡ്. ഇന്നലെ നീ പറഞ്ഞിട്ട് എടുത്തെറിയുന്നു. അല്ലല്ല, എന്റെ ഫോൺ ഇപ്പൊ ഇത് കൊടുക്കാൻ പോവാ. ഞാൻ പുതിയത് അപ്ഡേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് വേണ്ടി നോക്കിയതാ. അതെ, കാനഡ ടൈം നൗ. അവിടെ ആരാളെ? അതൊരു പുതിയൊരു കസ്റ്റമർ, അപ്പൊ പുള്ളിനെ വിളിക്കാൻ വേണ്ടി അവരുടെ ടൈം എത്രയാ നോക്കിയത്. മൂവി റൂൾസ് അതൊരു സൈറ്റ് ആണോ? സൈറ്റ് എങ്ങനെ ഫിലിംസ് വരുന്നൊരു സൈറ്റ്. ഓക്കെ, അടുത്തത് കേട്ടോ, UK ടൈം നൗ. അത് UK ഒരു കസ്റ്റമറെ വിളിക്കാൻ ടൈം നോക്കിയത്. അവിടുത്തെ ടൈം എത്രയാണോ? എല്ലാം ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഡോണിനെ നിങ്ങൾക്ക് സമീപിക്കാം കേട്ടോ. ഉറപ്പായിട്ടും. ഇതെന്തത്? അതാ പുതിയൊരു പാട്ട് ട്രെൻഡിങ് വന്നില്ല. ഓക്കെ, ഇപ്പൊ ട്രെൻഡിങ് ആണ്. അടുത്തത് ചീ റേ നാനി മൂവി നെയിം. അത് ഞാൻ ഏതാ മൂവി സെർച്ച് ചെയ്ത് നോക്കിയത്. ഓക്കെ, മൂവി അല്ല, പിന്നെ ആൽബം ആണെന്ന് മനസ്സിലായത്. അത് ശരി. സത്യ അധികാരി. അത് അതിന്റെ ഈ പാട്ടിന്റെ ആർട്ടിസ്റ്റ് അല്ലല്ല, ഇത് ആർട്ടിസ്റ്റ് പുള്ളിയാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്നത്. AD to INR, അത് വർക്ക് റിലേറ്റഡ് അല്ലേ? എന്തോ അത് ഞാൻ കൺവേർഷൻ റേറ്റ് നോക്കിയതാ. ദിർഹംസ് കൺവേർട്ട് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഒന്നും കിട്ടത്തില്ല. രണ്ട് ഫോണിൽ അത് തന്നെ ആയിരിക്കും. ഒരേ ഗൂഗിൾ അക്കൗണ്ട് അല്ല, 100% വിശ്വാസമാണ്. അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ശരി, ഡെയർ. അവിടെ ഇരിക്കുക, അവര് സത്യങ്ങളൊന്നും അറിയണ്ട. നിങ്ങൾ ഭയങ്കര ധൈര്യമുള്ള കപ്പിൾസ് ആണെന്ന്. ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് അല്ല. എന്തായാലും പറ, അറിയിക്കേ പറ്റുള്ളൂ. എന്തായാലും പറ. ഡാൻസ് ഫോർ 2 minutes വിത്തൗട്ട് എനി മ്യൂസിക്. ഇത് എനിക്ക് കൺഫ്യൂഷൻ ആയി. ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടാസ്ക് അല്ല. ഞാൻ ഡാൻസ് കളിക്കില്ല, എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം. പക്ഷെ ഇത് ചാലഞ്ച് ആണ്, ഡെയർ ആണ്. നീ ചെയ്താ മതി. ഇരുന്നോണ്ട് ചെയ്താ മതിയോ? ഇരുന്നോണ്ട് ചെയ്യ്, ഫണ്ണല്ലേ? എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, രണ്ടുപേരോട് ചെയ്തു. അപ്പൊ പാട്ട് ഇല്ല. ശരി ശരി, ക്യാമറമാൻ അവിടുന്ന് സ്റ്റെപ്പ് ഒക്കെ പറഞ്ഞിരുന്നുണ്ട്. റെഡി, 1 2 3 സ്റ്റാർട്ട്. സൗണ്ട് വേണ്ടല്ലോ അല്ലേ? സ്വന്തമായിട്ട് സൗണ്ട് ഇട്ടാ കുഴപ്പമില്ല. എന്താ കളിക്ക്? നീ കളിച്ചോ? എന്തെങ്കിലും കളിക്കോടെ? മതിയല്ലേ? ഇരുന്നോണ്ട് ഇതൊക്കെയല്ലേ പറ്റും. ഓക്കെ, എന്നാ പിന്നെ ഇരുന്നോണ്ടായതുകൊണ്ട് ഞങ്ങൾ വെറുതെ വിട്ടിരിക്കുന്നു. കൈ അടിക്കാൻ എന്റെ കയ്യിൽ പാത്രമാണ്, പാത്രത്തിൻ്റെ അടി. ഓക്കെ, അടുത്ത ട്രൂത്ത് ഓർ ഡെയർ, ഫൈനൽ ക്വസ്റ്റ്യൻ. ഡെയർ 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 ഡെയർ. ട്രൂത്ത് ആണോ? വാട്ട് ഈസ് യുവർ വേർസ്റ്റ് ഹാബിറ്റ്? എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അത് ഒരു കാര്യമില്ലാതെ ഞാൻ എല്ലാ ദിവസവും എനിക്കൊരു കുറെ നാള് മുന്നേ വരെ ഞാനൊരു 10-10:30 വരെ ഫോൺ നോക്കി ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അധികം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ നോട്ടം കാര്യങ്ങളില്ല, വേഗം കൃത്യമായിട്ട് കിടന്നുറങ്ങുക ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ഈ റീൽസ് ഇത് തന്നെ കാണുന്ന പരിപാടി. ഇതാണെങ്കിൽ വെക്കാനും തോന്നൂല. ഒരു 1 മണി 1:30 വരെയൊക്കെ ഇപ്പൊ പോവാറുണ്ട്. അപ്പൊ രാവിലെ എപ്പോ എണീക്കും? രാവിലെ ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ. അല്ല, നിങ്ങൾ ഫോണൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ അല്ലേ? സംസാരിക്കും. അതുകൊണ്ടാണ് ഇച്ചിരി ആ സമയത്ത് കുറവ്. പക്ഷെ ചില ദിവസങ്ങളിൽ ഇപ്പം ആള് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനിരുന്ന് ഇത് നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഇവിടുന്ന് ഈ കാണുന്നത് മൊത്തം എനിക്ക് എങ്ങോട്ടെങ്കിലും ഷെയർ ചെയ്യണം. കൊള്ളാം. അപ്പൊ എന്തായാലും നമ്മുടെ റൗണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്.
ഓക്കെ, അപ്പൊ നമുക്ക് ഹാർട്ട് ടു ഹാർട്ട് എന്ന് പറയുന്ന ഒരു റൗണ്ടിലേക്ക് പോവാം. നിങ്ങളുടെ മനപ്പൊരുത്തം ടെസ്റ്റ് ചെയ്യാനുള്ള റൗണ്ടാണ്. റെഡി? റെഡി. മരിയയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? അയ്യോ, ഞാൻ കൺഫ്യൂഷൻ ആണല്ലോ. ഞാൻ എഴുതി. കോപ്പിടിക്കരുത്. ഞാൻ മുഖത്ത് നോക്കിയതാ. ഇത് മിക്കവാറും തെറ്റാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡോണിന്റെ ഫേവറേറ്റ് സോങ്? ആ പാട്ട് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല. എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് ആള് എപ്പോഴും പാടുന്ന ഒരു ഇതാ. ഇത് ക്ലൂ ഇട്ട് കൊടുക്കുന്ന അല്ലല്ല, പാട്ട് എനിക്കിപ്പോ പാട്ട് ഓർമ്മ വരുന്നില്ല. ഓക്കെ, ഞാൻ എഴുതാൻ പോവാ. നിങ്ങൾ രണ്ടുപേരിൽ പെട്ടെന്ന് പിണങ്ങുന്നയാൾ? ആദ്യം വിസിറ്റ് ചെയ്ത പ്ലേസ് അതർ ദാൻ യുവർ ഹൗസ്? അതൊക്കെ കറക്റ്റ് ഉത്തരവാ. മരിയയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്? ഇത് കേട്ടാ നിങ്ങൾ ചിരിക്കും. ഇത് കുറെ ആർട്ടിസ്റ്റിനോടൊക്കെ ഇതൊക്കെ കോമൺ ആയിട്ട് ഇന്റർവ്യൂല് ചോദിക്കാറുണ്ടല്ലോ. ഈ ഇടയ്ക്കും കൂടെ ആസിഫ് അലിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടപ്പോ ചോറ്, മോര്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. ഇത് കേട്ടാ നിങ്ങൾ ചിരിക്കും. അത് കോപ്പിയല്ല, ഇത് കേട്ടാ നിങ്ങൾ ചിരിക്കും. ഓക്കെ, ആദ്യം കണ്ടപ്പോ ഡോൺ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ? ഒരുമിച്ച് ആദ്യം കണ്ട മൂവി? അയ്യോ, എനിക്ക് ഓർമ്മയില്ല. ഒത്തിരി സിനിമ. ഓക്കെ, കൗണ്ട് ഡൗൺ ഉണ്ട് കേട്ടോ. ഇതില് ഒത്തൊരുമയാ. കറക്റ്റ്, ഒത്തൊരുമയാ. ഞങ്ങൾ രണ്ടുപേർക്കും ഓർമ്മയില്ല. ഡോണിന് പോവാൻ ആഗ്രഹമുള്ള ഡെസ്റ്റിനേഷൻ? ഓരോ ദിവസം ഒരു 10-300 സ്ഥലം പറയുന്നത് കാരണം എനിക്ക് തന്നെ കൺഫ്യൂഷൻ. എന്റേത് പറയുമായിരുന്നു, പിന്നെ എഴുതായിരുന്നു. അത് അവനും കിട്ടും, എനിക്കും കിട്ടും. അല്ല, ഞങ്ങൾ എഴുതിയില്ല. സ്കിപ്പ് ചെയ്തോ? അല്ല, സ്കിപ്പ് ചെയ്യണ്ട. ഞാൻ ഒരെണ്ണം എഴുതാൻ അവിടെ വര ഇട്ടാ മതി. വേണ്ട, നീ എന്തേലും തട്ടി വിട്ടോ. മരിയയുടെ റോൾ മോഡൽ അതാരാന്ന് മരിയയ്ക്ക് കഴിഞ്ഞു. ഡോണിന് ഏറ്റവും ഇഷ്ടമുള്ള കാർ? ഇതൊരു 2-3 ഉള്ള കാരണം ഇതിൽ ഏതാന്ന് എനിക്ക് എന്നാലും ഓരോ സമയത്ത് ഓരോന്നാ പറയുന്നത്. ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞിട്ടുള്ളത് ഞാൻ എഴുതാം. ഡോണിപ്പോ ആലോചിക്കാതെ ഏതായിരുന്നു? ഓരോ സമയത്തും ഓരോന്നാ പറയുന്നത്. ഓക്കെ, ചെക്ക് ചെയ്യാം കോമ്പാറ്റബിലിറ്റി, മനപ്പൊരുത്തം. യെസ്. ഓക്കെ, ബോർഡ് തിരിച്ചോ? ഇങ്ങനെ തിരിച്ചാ മതിയോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? മരിയയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? മരിയ എഴുതി ഫുഡിങ്, ഡോൺ എഴുതി ഷോപ്പിംഗ്. കറക്റ്റ്. അയ്യോ, എന്റെ മനസ്സിൽ കൂടെ അത് പോയേ ഇല്ല. എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ പോയിന്റ് ഇല്ലല്ലോ. ഷോപ്പിംഗ്. എനിക്ക് ഷോപ്പിംഗ് ആണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. പക്ഷെ അത് എന്റെ മനസ്സിൽ ഒരു പോയിന്റ് കേട്ടോ. ഓക്കെ, ഫേവറേറ്റ് സോങ്? ഡോണിന്റെ ഫേവറേറ്റ് സോങ്? ഞാൻ എഴുതിയിരിക്കുന്നത് എന്നെ സേകിരായി, മറ്റേ ജയ് അല്ലേ അതിലുള്ള പാട്ട് എനിക്ക് ഓർമ്മ വന്നില്ല. ആ പാട്ടാണോ നീ ഉദ്ദേശിച്ചത്? ഓക്കെ, മരിയയ്ക്ക് ഒരു പോയിന്റ്, ഡോണിന് പോയിന്റ് ഇല്ല. പെട്ടെന്ന് പിണങ്ങുന്നയാൾ? ഞാൻ. രണ്ടുപേർക്ക് പോയിന്റ് ഇല്ല. അല്ല, എന്താ അതിനുള്ള എക്സ്പ്ലനേഷൻ കൂടി ഞാൻ പറയാം. ആളധികം പിണങ്ങാറില്ല ശരിക്കും. എനിക്കാണ് കൂടുതൽ ദേഷ്യം വരാറുള്ളത്. അപ്പൊ ആ ദേഷ്യപ്പെടൽ ഒരു പിണങ്ങലായിട്ടാണ് ഞാൻ കൂട്ടിയത്. അങ്ങനെയാണ് ഞാൻ എഴുതിയേക്കണേ. ദേഷ്യപ്പെട്ടാ ഞാൻ പിണങ്ങും. അല്ല, ഇപ്പൊ പറയാ ഞാൻ ഇവിടെ പെട്ടെന്ന് ഇതാകുന്നത്. അപ്പൊ എനിക്കൊരു പോയിന്റ്. ഇവള് ദേഷ്യപ്പെടുള്ളൂ, പിണക്കല്ല. മരിയയ്ക്ക് 2 പോയിന്റ്. ഓക്കെ, ആദ്യം വിസിറ്റ് ചെയ്ത പ്ലേസ്? വാഗമൺ. കറക്റ്റ്. രണ്ടുപേർക്ക് ഓരോ പോയിന്റ് മറക്കൂല. അത് കല്യാണം ഉറപ്പിച്ച ഉടനെ തന്നെ അല്ലേ? പെണ്ണുകാണ വരുന്നതിനൊക്കെ മുന്നെയാ. ഓക്കെ. ഇഷ്ടപ്പെട്ട ഫുഡ്? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഷവർമ. ഇതെന്താ? ഹോംമെയ്ഡ് ഫുഡ്. ഇവിടെ 3, ഇവിടെ 2 ആണ്. അതും ആക്ച്വലി കറക്റ്റ്. അതാണ് കറക്റ്റ്. ആണോ? അതൊക്കെ വീട്ടിലുണ്ടാക്കുന്ന ഇഷ്ടം. എനിക്കാണ് വെളിയിലുണ്ടാക്കുന്ന. എനിക്ക് റെസ്റ്റോറന്റ്സിലെ ഫുഡാണ് ഇഷ്ടം. പക്ഷെ വെളിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ളത് എനിക്ക് ഷവർമയാണ്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. 3-3 ഇടിച്ചു നിൽക്കുവാണ്. പക്ഷെ എനിക്ക് വയ്യ. ഒരുമിച്ച് ആദ്യം കണ്ട മൂവി? അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല, ഓർമ്മയില്ല. ഓക്കെ, ആദ്യം കണ്ടപ്പോൾ ഡോൺ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ കളർ? വൈറ്റ്. പോകാൻ ആഗ്രഹമുള്ള സ്ഥലം? ലണ്ടൻ. അത് കൺഫ്യൂഷൻ തെറ്റിപ്പോയി. നീ ഏത് എഴുതിയേക്കണേ? സ്വിറ്റ്സർലൻഡ് എഴുതിയേക്കുന്നത്. അതെപ്പോഴും പറഞ്ഞു. നീ പറഞ്ഞിട്ടുണ്ടല്ലോ. നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ കൊറേ ലിസ്റ്റ് കൊടുത്തായിരുന്നു, ആ കൂട്ടത്തിൽ ഒരെണ്ണമായിരുന്നു. ഓക്കെ, ഇത് 4-4 നിൽക്കുവാണേ. മരിയയുടെ റോൾ മോഡൽ? ആരുമില്ല. നോ വൺ. ഞാൻ എഴുതിയിട്ടില്ല.
റോൾ മോഡൽ ഇല്ല. അപ്പൊ അത് കറക്റ്റാ പോയിന്റ്. ഞാൻ അപ്പൊ 5 5 5. ഡോണിന് ഏറ്റവും ഇഷ്ടമുള്ള കാർ ഡിഫൻഡർ എന്നാ ഞാൻ എഴുതിയേക്കുന്നത്. ആണോ? അപ്പൊ 10ല് 6 ഔട്ട് ഓഫ് 10 കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇപ്പൊ കുറച്ച് കാര്യങ്ങളോട് മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഇത് വെച്ചിട്ടങ്ങ് പോയാൽ മതി. ഓക്കെ. അപ്പം മരിയെ കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബേസിക്കലി ഞാനൊരു ഇടുക്കിക്കാരിയാണ്. അപ്പം നമുക്കറിയാം നമ്മുടെ അവിടുത്തെ ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് വരിക, മോഡലിംഗ് ചെയ്യുക, ഒരു ഫാഷൻ ഇൻഫ്ലുവൻസർ ആവുക, ആക്ടിങ് എന്നൊക്കെ പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു ജേണിയാണ്. ഇപ്പൊ പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ കട്ടപ്പനയ്ക്കൊക്കെ പോകുന്ന വഴിയിൽ മരിയയുടെ ഫ്ലെക്സ് ആണ് എല്ലായിടത്തും KGSന്റെ ഒക്കെ അഡ്വർടൈസ്മെന്റിൽ ഉള്ളത്. അപ്പൊ അതൊരു ഭയങ്കര ഒരു നേട്ടമാണ് അല്ലെ, നമ്മൾ വീട്ടിൽ പോകുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോസ് തന്നെ കാണുക എന്നുള്ളത്. അതെ, അഞ്ചു ഇപ്പൊ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ പോലെ തന്നെ അതിലെ പോകുന്ന എല്ലാവരും ഫോട്ടോ എടുത്ത് അയച്ചു തരും. ഫോട്ടോ എടുത്ത് അയക്കും, പേഴ്സണലി ടെക്സ്റ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ എനിക്ക് ഫോട്ടോ എടുത്ത് അയക്കും. അത് KGSന്റെ ഇടുക്കി റൂട്ടിലുള്ളത് ഒരുപാട് നാൾ മുന്നേ ഉള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു 5 വർഷത്തിന് മേലെയായി അതവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് അത് അവർ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്തു. അപ്പൊ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഓരോ പോസ്റ്റേഴ്സും ഹോർഡിങ്സ് ഉള്ളത് എനിക്ക് ആൾക്കാർ ഇങ്ങനെ എടുത്ത് അയക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. തുടക്കത്തിലൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു, ഇപ്പൊ കാണുമ്പോഴും സന്തോഷം. അങ്ങനെ. അപ്പൊ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് മരിയ ഈ ഒരു ഫീൽഡിലോട്ട് വരാമെന്നൊരു ഡിസിഷനിലേക്ക് എത്തിയത്? ശരിക്കും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് ഞാൻ അങ്ങനെ തുടങ്ങിയതൊന്നും അല്ല. എനിക്ക് ചെറുപ്പം തുടങ്ങി ഇഷ്ടമായിരുന്നു. അത് നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ ഉള്ളിൽ പല ആഗ്രഹങ്ങളുണ്ടല്ലോ. പക്ഷെ എല്ലാത്തിനും വേണ്ടി നമ്മൾ അങ്ങനെ ട്രൈ ചെയ്യുക കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ ടിവിയുടെ ഒക്കെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ സിനിമ അത്ര ആഗ്രഹിച്ചിട്ടില്ല. പരസ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോ, സ്കൂളിലും കോളേജിലൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ കാണാമല്ലോ എല്ലായിടത്തും ഹോർഡിങ്സ് ഇരിക്കുന്നത്. അത് കാണുമ്പോഴത്തേക്കോ എത്ര സുന്ദരിമാരായ മോഡൽസ് ഒക്കെ ഇരിക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെയൊക്കെ എന്റെ ഫോട്ടോ അത് ഞാൻ ഇങ്ങനെ തന്നെ സങ്കല്പിക്കും. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആ മനസ്സിൽ കൂടെ അന്നേരം പോയിട്ടുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഞാൻ പിന്നീട് ട്രൈ ചെയ്യുകയൊന്നും ചെയ്തില്ല. ഞാൻ ആഫ്റ്റർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് കൊച്ചിയിൽ തൊടുപുഴയിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് കൊച്ചിയിൽ വരുന്ന ടൈമിൽ എനിക്ക് പതിയെ ഓരോ ചാൻസസ് ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ എന്റെ കൂടെ ഉള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്തു, ഫ്രണ്ട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്തു. മിസ് കേരളയിലാണെങ്കിലും ഓഡിഷൻ കൊടുത്തപ്പോൾ എന്തോ ലക്കിന് എനിക്ക് കിട്ടി. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി. ഫ്രണ്ട്സ് ആണ് കൂടുതൽ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തത്. അവരാണ് ഒരു ധൈര്യം തന്നത്, നിന്നെ കൊണ്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞ. അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണ്, ഇതൊക്കെ വേറെ ആൾക്കാർക്കുള്ളതാന്നുള്ളൊരു വിചാരമായിരുന്നു. ഇതൊക്കെ ആദ്യം ചാൻസ് വരുമ്പോൾ നമുക്ക് തോന്നിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു സ്റ്റേജ് ഫിയറും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കിട്ടി തുടങ്ങി. അങ്ങനെ പതുക്കെ ഇതിലേക്ക് വന്നു. പിന്നെ മോഡലിംഗ് കഴിഞ്ഞ് നായികളിൽ എത്തിയപ്പോഴാണ് ശരിക്കും സിനിമയോടുള്ളൊരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നത്. അതും കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ സിനിമ ചെയ്യാൻ തുടങ്ങിയത്. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ മരിയെ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും കരിയർ കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് അല്ലേ? ഓക്കെ, അവരോടൊക്കെ ഒരു ഉത്തരം എന്താ? അവരോട് ഉത്തരം, ഒരാളോട് ഞാൻ ചോദിച്ചു ഇനി അഭിനയിക്കുന്നുണ്ടോ അങ്ങനെ എന്തോ സംതിങ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ ചേട്ടാ കല്യാണം കഴിഞ്ഞ് അഭിനയിക്കാൻ പറ്റില്ല എന്നുണ്ടോ, ആരും അങ്ങനെ ചെയ്യുന്നില്ലേ? കാരണം ഒത്തിരി ക്വസ്റ്റ്യൻസ് ആയപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരുമാതിരി ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ അറിയാതെ എന്റെ ഉള്ളിൽ നിന്ന് വന്നു പോയതാ. അത് വോയിസ് നോട്ടായിട്ട് അയക്കോട്ടോ ചെയ്തത്. അപ്പൊ ആളോട് ഞാൻ അങ്ങനെ ചോദിച്ചു, ബാക്കിയുള്ളവരോട് ഞാൻ ചെയ്യുന്നുണ്ട്, അതിനിപ്പോ എന്താ, അതുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇനി സമയമുണ്ട്, എൻഗേജ്ഡ് ആയിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോഴാണ് അശുഭ മുഹൂർത്തം. നിങ്ങളുടെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല? ഇല്ല. രണ്ടുപേരും ഗെറ്റിംഗ് റെഡി ആ ഒരു ടൈമിലാണ്. ഞങ്ങൾ ഇങ്ങനെ ഇണക്കുരുവികളായിട്ട് പറന്ന് നടക്കുകയാണ്. കല്യാണം കഴിഞ്ഞാൽ മെയിൻലി കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ തലേ വന്നാലോ. ഇപ്പൊ ഉത്തരവാദിത്തം ഇല്ലാന്നൊന്നുമല്ല, പിന്നെ നമ്മളെ റൊമാൻസ് നഷ്ടപ്പെടും കുറച്ച്. എനിക്ക് വയ്യ. അല്ല, കുറച്ച് കുറയൂല്ലോ എന്തായാലും ഫാമിലി ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും. പ്രഭുദേവയുടെ ഒപ്പം അഭിനയിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ആദ്യം എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആളെ ഫസ്റ്റ് ലൊക്കേഷനിൽ കണ്ട ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എല്ലാരും പോയിട്ട് അവിടെ തമിഴ്നാട്ടിലൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല, നമ്മൾ ശീലിച്ചിട്ടുമില്ല. എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ആൾക്കാര് അല്ലെങ്കിൽ വലിയ ആർട്ടിസ്റ്റ് ഒക്കെ ലൊക്കേഷനിൽ വരുമ്പോ കാല് പോയി വന്നിരിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ട്. എനിക്കങ്ങനെ നമ്മളൊന്നും അങ്ങനെ ശീലിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല കേട്ടോ. പണ്ട് ഡാൻസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഗുരുക്കന്മാരുടെ കാല് വന്നിച്ചതല്ലാതെ. അപ്പൊ എല്ലാവരും ആർട്ടിസ്റ്റ്, അഭിരാമി ചേച്ചി ഉണ്ട്, അതുപോലെ മഡോണ ഉണ്ട്, അവിടെയുള്ള ലൊക്കേഷനിൽ ഡയറക്ടർ, എല്ലാവരും പോയി ഭയങ്കര റെസ്പെക്ടോടെയാണ് ആളുടെ അടുത്ത് സംസാരിക്കും, പിന്നെ കാലോട്ട് വന്നിക്കുകയൊക്കെ ചെയ്തു. ഞാൻ ആ സമയത്ത് കുറച്ച് സമയത്തേക്ക് ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ ഓടി വന്നിട്ട് ഹായ് സർ ഒന്നും പറഞ്ഞ് കൈയാണ് കൊടുത്തത്. എല്ലാവരും ഭയങ്കര റെസ്പെക്ടോടെ ഇങ്ങനെ കാലൊക്കെ വെച്ച് വന്നു. ഞാൻ നേരിട്ട് വിട്ട് ഹായ് സർ അറിയാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അപ്പൊ എന്നെ ഇങ്ങനെ നോക്കുക. ഭയങ്കര, പിന്നെ ആള് ഭയങ്കര കൂളാണ്.
ആളുടെ കൂടെ എന്നെ അഭിനയിക്കുന്ന ദിവസങ്ങളിൽ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും. നമുക്ക് വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു വലിയ ഗുണമാട്ടോ. അതുപോലെ പണ്ട് ഞാനൊരു പടം ചെയ്യുന്ന സമയത്ത് സുരാജ് വെഞ്ഞാറുമൂട് സാറും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അഭിനയിക്കുന്ന ആ സീനിന്റെ സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. മിസ്റ്റേക്ക് ഡയറക്ടേഴ്സ് ചിലപ്പോൾ എല്ലാം ഒന്നും പറഞ്ഞു തന്നു എന്ന് വരില്ല, ചിലവര്. എനിക്ക് കൂടുതൽ സജഷൻസ് കിട്ടിയിട്ടുള്ളത് കൂടെ അഭിനയിക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് നിന്നപ്പോഴാണ്. വിനീത് ശ്രീനിവാസൻ യൂണിവേഴ്സിൽ വർക്ക് ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ മലയാളത്തിൽ അങ്ങനെ ഒത്തിരി പടമൊന്നും ചെയ്തിട്ടുണ്ട്. തമിഴിലാണ് കൂടുതൽ പടം ചെയ്തിട്ടുള്ളത്. തമിഴിൽ ഇപ്പൊ 5ാമത്തെ പടം. മലയാളം ഇപ്പം ശരിക്കും പറഞ്ഞ 3 പടം പറയാം. വേറെ പടം ചെയ്തിട്ടുണ്ട്, പക്ഷെ പറയാവുന്നത് 3 പടം. 2 റിലീസ് ആവാനുണ്ട്. അപ്പം മലയാളത്തിൽ ആദ്യം നല്ലൊരു പടം ക്യാരക്ടർ റോൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ഹൃദയത്തിലാണ്. ഒന്നാമത് നമ്മളവിടെ ചെല്ലുമ്പോ ഫസ്റ്റ് വിനീതേട്ടനെ കണ്ട എക്സൈറ്റ്മെന്റ്. വിനീതേട്ടൻ പിന്നെ എപ്പോഴും കൂളാണല്ലോ, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആളാണ്. ടെൻഷനോ അല്ലെങ്കിൽ ധൃതിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ചില സെറ്റിൽ ചെല്ലുമ്പോഴത്തേക്കും ഡയറക്ടേഴ്സിന് ഭയങ്കര ടെൻഷൻ ആയിരിക്കും, നമുക്കും കിട്ടും. ഭയങ്കര ധൃതിയായിരിക്കും, ടൈമില്ല, അത് ഇത് ധൃതിയെ പിടിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പൊ ചിലപ്പോ നമ്മൾ അവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ആ സാധനം നമുക്കും കിട്ടും. ഒരു ടെൻഷൻ പതുക്കെ നമുക്കും കിട്ടാൻ തുടങ്ങും. ഇത് പക്ഷെ അങ്ങനൊന്നുമില്ല. നമ്മൾ കോളേജിലൊക്കെ ചെന്നിട്ട് ഹൃദയത്തിന്റെ സെറ്റിൽ ചെല്ലുമ്പോഴാട്ടോ, ഓഡീഷന് ചെല്ലുമ്പോഴാണ്, ഫസ്റ്റ് ഓഡീഷനിലാണല്ലോ പോയത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കോളേജിൽ പോലും എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഭയങ്കര ചിരിച്ച് കളിച്ച് എന്തൊരു റീയൂണിയൻ വെച്ച പോലത്തെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ മൊത്തം. ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങള് പരസ്പരം വിളിക്കുന്ന ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടിരിക്കുമ്പോൾ വിളിക്കുന്ന പേരെന്താ? ഒത്തിരി പേരുണ്ട്. പറയാൻ പറ്റുന്ന അയ്യോ, ഒരു പേപ്പറിൽ എഴുതാൻ മാത്രമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കോ? അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. നമ്മളൊരു പേര് വിളിക്കുമ്പോൾ അത് കൂട്ടി അടുത്ത പേര് അങ്ങോട്ട് വിളിക്കും. ഇൻസ്റ്റാഗ്രാമില് ബൂബു ഡൂഡു ഇത് കണ്ടിട്ടുണ്ട്, വീഡിയോസ് കാണാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, അത് ഭയങ്കര ഫേമസ് ആ ബൂബു ഡൂഡു. 2 പാണ്ടകളാ. അതെ അതെ. അതുങ്ങളെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അതിന്റെ വീഡിയോസ് ഞങ്ങള് രണ്ടും അതിന്റെ ഫാൻസ് ആണ്. അപ്പൊ ഞാൻ പൊതുവെ ഇഷ്ടമാണ്, പക്ഷെ പേരറിയില്ലായിരുന്നു. അപ്പൊ ഞങ്ങളായിട്ട് തന്നെ സങ്കല്പിച്ചേക്കുന്നത്. അത് ശരി. അപ്പൊ ഞാൻ ബൂബു, ഇത് ഡൂഡു. അപ്പൊ ഞങ്ങൾ അതിങ്ങനെ അതിനെ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്തൊക്കെ പല രീതിയിൽ വിളിക്കാറുണ്ട്. ബൂബുഡു, ഡൂഡു, ഡൂഡു ഫൂഡു, അങ്ങനെ പലതും വിളിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളെ കാണുമ്പോൾ നമ്മൾ മനപ്പൊരുത്തമൊക്കെ ചെക്ക് ചെയ്തു, അല്ലെങ്കിൽ ട്രൂത്ത് ഓർ ഡെയർ ചെയ്തു. അപ്പം നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. രണ്ടുപേരും തമ്മിൽ നല്ല കോമ്പാറ്റബിൾ ആണ്, രണ്ടുപേരും നല്ലൊരു ഫ്രണ്ട്ലി ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എന്താ പറയാ, ഒരു ഷെയറിങ് കാര്യങ്ങളെല്ലാം പരസ്പരം അറിയാം. അപ്പൊ ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഞങ്ങളുടെ വ്യൂവേഴ്സിനോട് വാലന്റൈൻസ് ഡേ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളും ഞങ്ങളെ പോലെ ഇങ്ങനെ പ്രേമിക്കുന്നവരാണെങ്കിൽ, കപ്പിൾസ് ആയിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ പോകണം, അത്രേ ഉള്ളൂ. വേറെ എന്താ പറയാ, എല്ലാരും വാലന്റൈൻസ് ഡേ അടിച്ചു വിളിക്കാം. ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം കേട്ടോ. ചുമ്മാ വിഷ് ചെയ്താലൊന്നും പോരാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം. അതിലൊരു കാര്യമുണ്ട്. അല്ല, അത് കറക്റ്റ് ആള് പറഞ്ഞ കറക്റ്റ് ആണ്. അല്ലാതെ ചുമ്മാ വിഷ് ചെയ്ത് ഗിഫ്റ്റിന്റെ വാല്യൂലൊന്നും അല്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും ഒരു സന്തോഷം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വാലന്റൈൻസ് ഡേക്ക് കൈ നിറച്ച് ഗിഫ്റ്റ് ഒക്കെ കിട്ടട്ടെ, ഇവർക്കൊക്കെ കിട്ടുന്ന പോലെ. അപ്പൊ വാലന്റൈൻസ് ഡേ എല്ലാവരും അടിച്ചു പൊളിക്കുക. അപ്പൊ ലൈഫ് നെറ്റ് ടിവിയിലേക്ക് വന്നതിന് രണ്ടുപേർക്കും ഒരുപാട് താങ്ക് യു. എല്ലാവിധ ആശംസകളും. കല്യാണത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം ഇരിക്കാം അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.